പെട്ടെന്നുണ്ടായ തീരുമാനത്തിൽ ഇറങ്ങി പുറപ്പെട്ടാണ് കേട്ടോ ഞങ്ങൾ. എവിടേക്കെങ്കിലും പോവാ ഞങ്ങൾക്ക് ഈ പോക്കന്നെ ധാരാളമാണ് കേട്ടോ. രണ്ടാളുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ 4 ആളാവും. കുട്ടികളെയൊക്കെ സ്കൂൾക്കാക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങാനല്ലേ അനു. കുട്ടികളൊക്കെ സ്കൂൾ കൊണ്ടാക്കി ഞങ്ങൾ തള്ളാര് മാത്രം തള്ള വൈബ് അടിച്ചാനാണ്. ഇവിടെ തന്തിയുണ്ട്, ഓരോരുത്തർ ഓരോ സ്ഥലത്ത് കൂടി പോയി കണ്ട് എടുത്തിട്ട് വേണം. അടുത്ത ആള് ഇത്രയും ആൾക്കാരെ നമ്മള് പിക്ക് ചെയ്തു. ഇനി അടുത്ത ആളെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് നിക്കാണ്. അടുത്ത ആളെ കാണാനല്ലോ. അതാരുടെ കാറ് എന്താ ചെറുക്കില് എല്ലാവരെയും കിട്ടി ഞങ്ങൾ പോവാണ് കേട്ടോ. കുട്ടികളിൽ ഇവമോള് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും സ്കൂളിൽ പോയിക്കാണ്. നമ്മൾ ഗേൾസിന് സത്യം പറഞ്ഞാൽ ബോയ്സിന്റെ മാരിയല്ലല്ലേ, കൂടുതൽ ദൂരം പോകണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം, അതിനേക്കാൾ ഉപരി ഒന്ന് പുറത്തിറങ്ങണം എന്നുള്ള ചിന്ത ഉള്ളവരുണ്ടാവും. എല്ലാവരും ഒരുപോലെ നല്ല കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെയാണ്, ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയാലും അന്ന് ഭയങ്കര ഹാപ്പി ആക്കാറ്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ അല്ലറ ചില്ലറ പുറത്തിറങ്ങലിനൊക്കെ എനിക്ക് 4 വീലർ ലൈസൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ എന്താ ചെയ്യുക, പെട്ടിയിൽ എടുത്ത് വെച്ചിട്ടാണ്, ഞാൻ ഉപയോഗിക്കലേ ഇല്ല. ഇങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ ശരിക്കും ഗേൾസ് മാത്രം ഇറങ്ങണം. കാരണം ആരെങ്കിലും ആണുങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര അർജന്റ് ആക്കാറ്. ഇന്ന് സമതായിട്ട് ഞങ്ങൾ വിളിച്ചു കൊടുക്കുന്നതുകൊണ്ട് ആൾ വലിയ അർജന്റൊന്നും കാട്ടുന്നില്ല കേട്ടോ. ഞങ്ങൾ ചെന്ന ടൈമിൽ അളിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അളിയൊക്കെ പോയി. അപ്പോൾ അതാ വന്ന പടത്ത് തന്നെ ഞങ്ങൾക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന് കയറിയത് ഒരു 1/2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഓല അവിടെ ഉണ്ടാവില്ല കേട്ടോ. വേറെ സ്ഥലം വരെ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഞങ്ങളാണെങ്കിൽ പറയാതെ കണ്ടോ ചെന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് ഇത്രയും ആൾക്കാർക്ക് എന്തായാലും കരുതി വെക്കൂലല്ലോ. ഞങ്ങളൊന്ന് പാടൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങി. ആ ടൈമിൽ താത്ത ഫുഡൊക്കെ സെറ്റ് ആക്കാന്ന് പറഞ്ഞുണ്ടോ. അപ്പോൾ അതാ പോണ വഴിക്ക് കിട്ടിയതാണ് ഈ ഒരു അടക്കാപ്പഴം. നല്ല പഴുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ. ഫുഡ് ഞങ്ങൾ അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലുണ്ട്, അവിടെ തൊട്ട് തന്നെയുണ്ടോ. അവിടെ പോയി ഫുഡ് കഴിക്കാം എന്നുള്ളൊരു പ്ലാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഫുള്ള് സീ ഫുഡ് ഐറ്റംസ് ആണ് അവിടെ ഉള്ളത്. പിന്നെ എപ്പോൾ എങ്ങനെ പ്ലാനിങ് മാറിയെന്ന് അറിഞ്ഞില്ല. കാരണം ഞങ്ങൾ പാടത്തൊക്കെ വന്ന് കുറേ ടൈം അതിൻ്റെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പത്തേക്കും താത്ത ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. തട്ടിക്കൂട്ടി എല്ലാം കൂടി സെറ്റാക്കിയിട്ടൊരു ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പാടത്തെത്തിയപ്പോൾ വീഡിയോ എടുക്കേണ്ട കാര്യം തന്നെ മറന്നു. ഫുള്ളും പാടത്തെത്തിയപ്പോൾ വീഡിയോ എടുക്കേണ്ട കാര്യം തന്നെ മറന്നു. ചെറുവാഴക്കൊലയൊക്കെ ഈ പഴുത്തത് ഇതോ പഴുണ്ട്. പിന്നെ ചേറും വെള്ളവും ഫുള്ള് നല്ല രസമാണ് കാണാൻ. ഇതല്ലേ വെള്ളവും നല്ല രസമുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വീഡിയോ എടുക്കേണ്ട കാര്യം മറന്നു. ഫുള്ള് അതിൽ കളിച്ചു കയറുന്നു. കാല് കഴുകിക്കോ എടാവിടെ നിന്നാണ്. കണ്ടോ, നമ്മൾ പാടത്ത് പോയി ക്ഷീണിച്ച് വന്നപ്പോഴത്തേക്കും ആൾ നല്ല മുരിങ്ങ താളിപ്പും ബീഫും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ബീഫ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതും വെച്ചിക്കണു. പിന്നെ വാഴക്കപ്പേരി ഉണ്ടായിരുന്നു, നല്ല അടിപൊളി ഒരു അച്ചാറും ഉണ്ടായിട്ടോ. നാരങ്ങ അച്ചാറാണ്, താത്തന്നെ ഇട്ടതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ സാജി കുറച്ച് അച്ചാർ കൊണ്ട് കണ്ടോ പോകുന്നത്. അത്രയ്ക്കും ടേസ്റ്റാണ്. കുറേ ഉപ്പിലിട്ട് വെച്ചിട്ട് പിന്നെ എടുത്ത് അച്ചാറോടില്ലേ, ആ ഒരു ഐറ്റമാണ്. പൊതുവേ നമ്മൾ ക്ഷീണിച്ച് വരുന്ന ടൈമിൽ ഇതേപോലുള്ള ഫുഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റല്ലേ. കാരണം ഞങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തും ടേസ്റ്റാണ് കേട്ടോ. താത്ത ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങൾക്ക് അധികമൊന്നും അവിടെ നിൽക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ തിരിച്ച് പോരാനായി. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും പോണതാണ് പുഴയ്ക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. കണ്ടില്ല, അച്ചാറും കുപ്പി പുറത്ത് കൊടുന്ന് വെച്ചിരിക്കണു. പൂമോൾക്ക് തിരിച്ച് പെട്ടെന്ന് തന്നെ പോരാൻ കുറച്ചധികം താല്പര്യക്കുറവുണ്ടായിരുന്നു. കാരണം മോളെ വിത്തോളെ കയ്യിലുണ്ട്. ഞങ്ങളതൊക്കെ അവിടെ വെച്ചിട്ടല്ലേ പോയി നിൽക്കണേ. അപ്പോൾ സ്കൂളിട്ട് വരുമ്പോഴത്തേനും ചെല്ലണം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ. അപ്പോൾ സനുവിന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോന്നു. ഇവമോളും നല്ല കളിയിലാണ് കേട്ടോ. ആദ്യം ഇവമോളും ഇങ്ങനെ അല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഭയങ്കര സെറ്റാണ് എല്ലാവരായിട്ടും. ആളവിടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചിട്ടോ. ഞങ്ങൾ വിളിച്ച് ഒരു വൈക്കായിട്ടാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ കാറിൽ കയറി പോണ പോലെ കാട്ടി. അപ്പോൾ ആൾ പെട്ടെന്ന് തന്നെ വന്നിട്ടോ. ഞങ്ങൾ ചെന്നത് കാരണം മലയാക്കാൻ്റെ ഒപ്പം താത്ത എവിടേക്കോ പോകാൻ വേണ്ടി നിൽക്കായിരുന്നു. ആ പോക്ക് അങ്ങോട്ട് ക്യാൻസലായിട്ടോ. ഞങ്ങളെ പാടും നോക്കി പോരും ചെയ്തു. താത്ത ഒറ്റക്കാവുകയും ചെയ്തു. പിന്നെ മിനു കുറച്ച് കഴിഞ്ഞാൽ വരും. മെനു എത്തുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൾ കണ്ടില്ലേ, ടാറ്റായിരുന്നു പൈക്കോന്ന് പറയാണ്. പിന്നെ ഞങ്ങളൊപ്പം കരഞ്ഞൊപ്പം കൂടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാനൊന്ന് മനസ്സ് വെച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോവാട്ടോ. പക്ഷേ ഞാൻ മനസ്സ് വെക്കില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് സ്കൂട്ടി ഓട്ടുമ്പോൾ അത്ര വലിയ പ്രശ്നമല്ല, പക്ഷേ കാറ് ഭയങ്കര പേടിയാണ്. തിരിച്ച് ഞങ്ങൾ കോട്ടയപ്പാടത്ത് എത്തിയിട്ടാണ് ചായ കുടിക്കണത്. ബ്രെഡ് ഉണ്ടോ കടി. പൂമോളും ഞങ്ങളൊപ്പം പോന്നിട്ടുണ്ടായിരുന്നു. അനുമോ സ്കൂളിൽ നിന്ന് വന്ന ടൈമിൽ ഞാൻ ഇവിടെ എത്തിയേക്കുണ്ടോ, അല്ലെങ്കിൽ ഭയങ്കര യുദ്ധക്കാരൻ. പക്ഷേ ഞാൻ പോയി എന്നുള്ളത് ആളറിഞ്ഞു. ഞാൻ എവിടെ പോയി വന്നാലും എന്ത് സംശയം ഉണ്ടെങ്കിലും ആൾ എൻ്റെ ഫോൺ എടുത്ത് നോക്കും. അങ്ങനെ ചെക്ക് ചെയ്ത ആൾക്ക് മനസ്സിലാവും ഞാൻ എവിടെയൊക്കെ പോയി എന്നുള്ളത്. കാരണം വീഡിയോസും ഫോട്ടോസും ഉണ്ടാവുമല്ലോ. പിന്നെ രാത്രി ഫുഡൊന്നും കഴിക്കാൻ നിൽക്കാതെ പൂമോള് പോയിട്ടുണ്ടായിട്ടോ. ഷമീർ കോട്ടയപ്പാടത്ത് എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഓൻ അങ്ങനെ വന്ന ടൈമിൽ ഓളെ കൊണ്ടുപോവാണ് ചെയ്യുക. അപ്പോൾ ചില സമയങ്ങളിൽ പെട്ടെന്ന് പോകും, ചില സമയത്ത് നല്ല ലേറ്റ് ആയിട്ടാണ് പോവുക. ഞാൻ പുറത്തിറങ്ങിയെന്നും പറഞ്ഞാണ്ട് അനുമോൻ എന്തെങ്കിലും കഴിക്കാൻ വേണമെന്നാണ് ഒരേ വാശിട്ട് ഒരു പണിഷ്മെന്റ് രൂപത്തിലാണ് ഓൻ്റെ അടുത്ത് ചോദിക്കുക. ഓക്കെ എന്നും പറഞ്ഞിറങ്ങി. ആദ്യം ഓനക്കൊരു ചെരുപ്പ് വാങ്ങി കൊടുത്തിട്ടോ. എനിക്ക് ചെരുപ്പ് വാങ്ങാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഗ്രീൻ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒൽക്ക് ഈ തത്തമ്മ പച്ച, കിളിപ്പച്ച, മഞ്ഞ, അങ്ങനത്തെ റെഡ് അതൊക്കെ ഉണ്ട് ഏറ്റവും കൂടുതൽ പോവുക. പിന്നെ വൈറ്റും അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് അവിടുന്ന് ഇഷ്ടമായ ഒരു ചെരുപ്പാണ് കേട്ടത്. ഞാൻ ജസ്റ്റ് അതൊന്ന് ഇട്ട് നോക്കുകയും ചെയ്തു. പക്ഷെ എത്ര ഇഷ്ടമായാലും വാങ്ങിക്കോന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങൂല കേട്ടോ. എനിക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. പുറത്ത് പോയി എന്തെങ്കിലും വാങ്ങിക്കോന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ട. ഞാൻ വെറുതെ അറിയില്ല കേട്ടോ. നിഷ പറയണേ അതിൽ കേൾപ്പിച്ചു തരാം.
കേട്ടില്ലേ, വേണോ ചോദിച്ചാൽ വേണ്ടെന്നാണ് സ്വഭാവം എനിക്ക് എല്ലായിടത്തും ഉള്ളതാണ്. കല്യാണം കഴിഞ്ഞ പുതുക്കത്തിലൊക്കെ ഫുള്ള് ഇങ്ങനെ ഉണ്ടോ, ആളിങ്ങോട് വേണോന്ന് ചോദിക്കും. എൻ്റെ ക്യാരക്ടർ ഇതാണെന്നുള്ളത് മനസ്സിലാവണില്ലല്ലോ. ഞാൻ വേണ്ട അറിയുമ്പോൾ വേണ്ടേ എന്നാ വേണ്ട, അത്രേ ഉള്ളൂ. പക്ഷെ വേണോന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയുമ്പോഴും ഉൾമനസ്സിൽ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞാലോ, വേണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തോന്നുമോ, വേണം അങ്ങനെയൊക്കെ തോന്നലുണ്ട്. പക്ഷെ അതൊക്കെ മൂടി വെച്ചിട്ടുള്ള പരിപാടിയായിരുന്നു വേണ്ടാന്ന് പറയണത് കേട്ടോ. നിക്കാഹ് കഴിഞ്ഞ ടൈമിൽ ഫുഡ് കഴിക്കാൻ പോകാൻ ചോദിക്കും, നിക്കാഹ് കഴിഞ്ഞ ടൈമിൽ പുറത്ത് പോയാൽ എന്തെങ്കിലും ഫുഡ് ജ്യൂസ് വേണോന്ന് ചോദിക്കും. വേണ്ടാന്ന് അറിയുമ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ കുറേ ടൈം അങ്ങോട്ട് മിസ് ചെയ്ത് കളഞ്ഞു. ഞാൻ ഫുഡിന് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ടിനെ കണ്ടത് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുൾ അറിയുന്ന ആൾക്കാരനെ കാരണം കോട്ടപ്പുറത്തന്നെ അല്ലേ. അനുമോനക്ക് ബ്രോസ്റ്റാണ് കഴിക്കാൻ ആഗ്രഹം എന്നാണ് കേട്ടോ. പിന്നെ അതന്നെ വാങ്ങിക്കൊടുത്തു. ഞാൻ ബർഗറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ ബർഗറൊന്നും ഓർഡർ ചെയ്യലില്ല. ചില ബർഗർ തീരെ ഇഷ്ടമല്ല എനിക്ക്. നമ്മൾ ഉണ്ടാക്കണതാണെങ്കിൽ ഇഷ്ടമാണ്, പുറത്തുനിന്ന് വാങ്ങണത് അത്ര ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ ഇവിടുന്ന് ഒരു പ്രാവശ്യം കഴിച്ചിട്ട് എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടാളും ബ്രോസ്റ്റാണ് പറഞ്ഞത്. ഇവനിങ്ങനെ നല്ല രീതിക്ക് ആഗ്രഹം പറഞ്ഞ് എനിക്ക് അത് കഴിക്കണം ഇത് കഴിക്കണം എന്നാണ് വാശി പിടിച്ച് കാര്യമൊക്കെ ചെയ്യുമെങ്കിലും പോയി കഴിഞ്ഞാൽ അവനെ അങ്ങനെ കഴിക്കുമെന്നില്ല കേട്ടോ. എൻ്റെ ബർഗർ കഴിക്കണതിൻ്റെ എക്സ്പ്രഷനാണ് ആ കാണുന്നത്. കാരണം ഓർഡർ ചെയ്ത ടൈമിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് കഴിക്കുന്ന ടൈമിൽ അത് ഫുൾ അടിച്ച് കയറ്റിട്ടോ അപ്പം ഹേൻ. പിന്നെ എവിടെ പോയാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ഓൻ കഴിച്ചതിൻ്റെ ബാക്കി നമുക്ക് തന്നെ വയറ് നിറയാനുള്ളത് ഉണ്ടാവും. ഓൻ എവിടെ ഷവർമ്മയൊക്കെ വാങ്ങിക്കഴിഞ്ഞാലും ഒരു ഹാഫ് പോർഷൻ കഴിച്ചിട്ട് പിന്നെ ഓനത് മതിയെന്ന് പറയും. അത് ബർഗർ ആണെങ്കിലും എന്താണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടോ. ചില ടൈമിൽ ഓനക്ക് ഓരോ തോന്നലാണ്, അപ്പം അങ്ങോട്ട് കഴിക്കും, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ ഓർഡർ ചെയ്യുന്ന ടൈമിൽ അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ഓർഡർ ചെയ്യൽ, അല്ലാതെ വെറുതെ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യലുള്ളൂ. ഒരു പാകത്തിന് മാത്രമേ ഓർഡർ ചെയ്യലുള്ളൂ. പിന്നെ ഫുഡ് എന്താണെങ്കിലും ഞാൻ അതിൻ്റെ ഒപ്പം കോഫിയോ ചായയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങലുള്ളൂ. തണുപ്പ് പറ്റാത്തതുകൊണ്ടാണത്. എനിക്ക് ജ്യൂസ് കഴിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല. അങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങി എനിക്കുള്ള പണിഷ്മെൻ്റാണ് ആ ഒരു ഫുഡ്. ഞങ്ങൾ അങ്ങനെയൊക്കെ ഫുഡൊക്കെ വെച്ച് നേരെ AK സ്റ്റോർക്കാണ് പോയത്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന ടൈമിൽ കട അടക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കോട്ടപ്പുറത്ത് ഏത് സമയത്ത് ചെന്നാലും കിട്ടുന്ന ഒരു കട ഉണ്ട്. ഏത് സമയത്തല്ല, ഏകദേശം ഒരു 12 മണി വരെയൊക്കെ. അതിൻ്റെ തൊട്ട് വിറ്റ് നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ മാത്രമല്ല വേറെ ടീമും കൂടി ഉണ്ട്. വെറുതെ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോരാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷെ നടന്നത് വേറെയാണ്. അവിടെ എത്തിയപ്പോഴാണ് എന്താ നമ്മൾ മണ്ണാർക്കാട് മോശം എത്ര സ്ഥലങ്ങൾ കാണാനുണ്ട്, എന്തൊക്കെ കാണാനുണ്ട്, നമുക്ക് അവിടേക്ക് ഒന്ന് പോകാമെന്നുള്ളൊരു പ്ലാൻ വന്നത് കേട്ടോ. ഇരുട്ടായി എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് കാണാനുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം നമ്മൾ ഫുഡ് വെച്ചു, പുറത്തൊന്ന് പോയി, എല്ലാവരും ഒന്ന് കണ്ടു. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. അന്നത്തെ ദിവസം പിന്നെ ഞാൻ ലോങ് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല, ഷോർട്ട് വീഡിയോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാനത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.